പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 5-ാം തീയതി ശനിയാഴ്ച, നോമ്പിൻ്റെ 34-ാം ദിവസം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ കരുണയ്ക്ക്, സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ ദിവസം മുഴുവനും അങ്ങേക്ക് ഹിതകരമായ രീതിയിൽ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളിന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ കരുണയുള്ള കരം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 9-ാം വചനം ധ്യാനിക്കാം. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. വിവാഹ ജീവിതത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഏറ്റവും മനോഹരമായ വചനം, ദൈവമാണ് ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ യോജിപ്പിക്കുന്നത്. അവിടത്തേക്ക് മാത്രമേ അവരെ തമ്മിൽ പിരിക്കാനുള്ള അവകാശവുമുള്ളൂ, മരണം വഴി മാത്രം. ഈ ഭൂമിയിൽ ആരൊക്കെ ദാമ്പത്യബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നീതിവിധിക്ക് നിൽക്കേണ്ടതായി വരും. വാക്കുകൾ കൊണ്ടോ, അസൂയ കൊണ്ടോ, സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടോ, തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടോ നമ്മളെപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ദിവസം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പരസ്പരം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സ്നേഹത്തോടെ മരണം വരെ ഒന്നിച്ച് ജീവിക്കാനും കൃപ നൽകണമേ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.